ഹായ് എവ്രി വൺ PYQ ഡിസ്കഷൻ സീരീസിന്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഡിസ്കഷൻ പാർട്ടിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ഗിവൺ റിയാക്ഷൻ ആണ്. ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനിച്ച് റിയാക്ഷൻ ആണോ, ഡൈസാൾട്ടർ ആണോ, റെഫർമാറ്റ്സ്കി ആണോ, അല്ലെങ്കിൽ വിട്ടിഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് മാനിച്ച് റിയാക്ഷൻ ആണ്. എന്താണ് ഈ മാനിച്ച് റിയാക്ഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പോകരുത്. കാരണം മെക്കാനിസവും കാര്യങ്ങളും അറിയാതെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളോട് മറന്നു പോകും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം. മാനിച്ച് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 3 കമ്പോണൻറ്റ് റിയാക്ഷൻ സിസ്റ്റമാണ്. 3 കമ്പോണൻറ്റ്സ് ഉണ്ടാവും. ഒന്ന്, ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈനോളൈസബിൾ കീറ്റോൺ ആയിരിക്കും. ഈനോളൈസബിൾ കീറ്റോൺ ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഫോമാൽഡിഹൈഡ് ആയിരിക്കും, വിച്ച് ഇസ് HCHO. ആൻഡ് തേർഡ് വൺ ഇസ് സെക്കൻഡറി അമൈൻ. സെക്കൻഡറി അമൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ദിസ് ഇസ് സെക്കൻഡറി അമൈൻ ആൻഡ് ദിസ് ഇസ് വോട്ട് ഫോമാൽഡിഹൈഡ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഇനോളൈസബിൾ കീറ്റോൺ എന്ന് പറഞ്ഞാൽ, നോക്കൂ എന്താണ് ഇനോളൈസബിൾ കീറ്റോൺ. നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. സി, ദിസ് ഇസ് ഡബിൾ ബോണ്ട് O. നോക്കൂ, ഇവിടെ നിന്ന് എനിക്ക് എന്ത് സംഭവിക്കാം, ഇവിടെ ടോട്ടോമറൈസേഷൻ ഹാപ്പൺ ചെയ്യാം അല്ലേ. ടോട്ടോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഇതാ ഈ H ഇങ്ങോട്ട് വരും, ഇത് O മൈനസ് ആവും. ഈ H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് യു വിൽ ഗെറ്റ് വോട്ട്, യു വിൽ ഗെറ്റ് ഫിനോൾ. യു വിൽ ഗെറ്റ് ഇതേപോലെ ഫിനോൾ നിങ്ങൾക്ക് കിട്ടും. ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും, ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഇതിനെയാണ് ബേസിക്കലി ഇനോളൈസബിൾ കീറ്റോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനോളൈസബിൾ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഈനോളായി എക്സിസ്റ്റ് ചെയ്യും. നോക്കൂ, ഇവിടെ എന്തൊക്കെയാണുള്ളത്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഈൻ എന്ന് വിളിക്കാം. ഇവിടെ OH ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും എന്താണ്, ഈനോൾ എന്ന് വിളിക്കും, ഈനോളൈസബിൾ കീറ്റോൺ. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു മാനിച്ച് റിയാക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഫിനോൾ ഉണ്ട് അല്ലേ. ഫിനോൾ, ഇനോളൈസബിൾ കീറ്റോണിൽ നിന്നാണ് ഫിനോൾ ഉണ്ടാകുന്നത്. അതേപോലെ HCHO സെക്കൻഡറി അമൈനും ഉണ്ടാവും. ഇനി എന്താണ് ഇവരുടെ മെക്കാനിസം. ആദ്യം നമ്മുടെ ഫോമാൽഡിഹൈഡ് HCHO, യു നോ ദർ ഈസ് എൻ ഇലക്ട്രോഫിലിക് സെൻറ്റർ. കാർബണൈൽ കാർബൺ എന്താണ്, ഇലക്ട്രോഫിലിക് സെൻറ്റർ ആയിരിക്കും. ആൻഡ് യു ഹാവ് വോട്ട് സെക്കൻഡറി അമൈനും ഉണ്ടാവും. R എന്നുള്ള പോലെ സെക്കൻഡറി അമൈൻ ഉണ്ടാവും. ഇവിടെ എന്ത് നടക്കും, ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടക്കും. ആൻഡ് യു വിൽ ഗെറ്റ് വോട്ട്, യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് H എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. ആൻഡ് യു വിൽ ഗെറ്റ് CH2. ഇതാ ഇവിടെയുള്ള CH2 ഉണ്ടാവും. ഈ CH2യിലേക്ക് എന്ത് ആഡ് ചെയ്യപ്പെടും, NR ആഡ് ചെയ്യപ്പെടും. ആൻഡ് യു വിൽ ഹാവ് വോട്ട്, യു വിൽ ഹാവ് OH ഉണ്ടാവും. ഈ O മൈനസ് എന്താവും, OH. നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് വി ഹാവ് എ അസിഡിക് മീഡിയം അല്ലേ. OH എന്ത് ചെയ്യും, H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വോട്ട് H2O പ്ലസ് എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് യു വിൽ ഹാവ് വോട്ട് എ ഡീഹൈഡ്രേഷൻ ഓവർ ഹിയർ. മൈനസ് H2O എലിമിനേറ്റ് ആവും. ആൻഡ് യു വിൽ ഗെറ്റ് വോട്ട് CH2 ഡബിൾ ബോണ്ട് N R എന്നുള്ള രീതിയിൽ കിട്ടും. ആൻഡ് ദിസ് വിൽ ക്യാരി വോട്ട് പോസിറ്റീവ് ചാർജ്. And this is actually what? This is called iminium ion. This is called a iminium ion. Now, next step നമ്മുടെ ഫിനോൾ, റൈറ്റ്. നമ്മുടെ ഫിനോൾ നോക്കിക്കോളൂ. This is our phenol, OH. This will act as a nucleophile. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ പൈ ബോണ്ട് പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് വോട്ട്, നോക്കിക്കോളൂ, ഞാൻ ഇതേപോലെ എഴുതുകയാണ്. ഇവിടെ എന്താവും, ഈ ബെൻസീൻ റിംഗ്. And you will get what, double bond over here. And of course ഇവിടെ എന്തുണ്ടാവും, ഇത് ബെൻസീൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും, ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് യു വിൽ ഹാവ് വോട്ട് CH2 ഉണ്ടാവും. ആൻഡ് ഈ ഡബിൾ ബോണ്ട് എന്താവും, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. CH2 NR എന്നുള്ള രീതിയിൽ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് യുവർ പ്രൊഡക്റ്റ് ആക്ച്വലി. വാട്ട് ഈസ് ദിസ്, ബീറ്റ അമിനോ കാർബണൈൽ കോമ്പൗണ്ട്. ബീറ്റ അമിനോ കാർബണൈൽ കോമ്പൗണ്ട്. ഓക്കെ. With respect to E ketone, this is alpha and this is what, beta. This is called beta amino carbonyl compound. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് എഴുതാം ആ പ്രൊഡക്റ്റിനെ. We got something like this, right? ഇങ്ങനെ CH2 NR okay. See, this is your alpha carbon, this is your beta carbon, so that is called what, beta amino carbonyl compound. But the reaction generally the product is what, beta amino carbonyl compound. And because this is aromatic, ഇവിടെ എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. And you will get what, you will get your aromatic product. And what is that? That is, this is your phenol with a what, CH2 NR. This is your product. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും.
നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ബീറ്റ അമിനോ കാർബണൈൽ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. ഇവിടെ അരോമാറ്റിക് ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ കിട്ടും. സോ യുവർ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ എ, മാനേജ് റിയാക്ഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് ക്ലോറോഫോം. നോക്കൂ, ഫിനോൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇൻ പ്രസൻസ് ഓഫ് ക്ലോറോഫോം ആൻഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് CHCl3 ആൻഡ് NaOH. ഈ റിയാക്ഷൻ്റെ പേരാണ് റീമർ ടീമൻ റിയാക്ഷൻ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ്. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഇവരുടെ പ്രൊഡക്റ്റ് വരുന്നത് എന്തായിരിക്കും? സാലിസിലാൽഡിഹൈഡ് ആയിരിക്കും അല്ലേ? OHCHO ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. ആൻഡ് ഇവിടെ മേജർ പ്രൊഡക്റ്റ് വരുന്നത് ദാറ്റ് വിൽ ബി ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിയർ എന്തുണ്ടാവും? ഇവിടെ ഒരു ഇൻട്രാമോളിക്കുലാർ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ദിസ് ഇസ് കോൾഡ് സാലിസിലാൽഡിഹൈഡ്. സാലിസിലാൽഡിഹൈഡ് ആൻഡ് ദിസ് ഇസ് കോൾഡ് വാട്ട്? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് എന്നും കൂടെ നമുക്ക് പറയാം. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മിക്കവാറും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നോക്കൂ, ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഇന്റർമീഡിയറ്റ് വരുന്നത് ഡൈക്ലോറോ കാർബീൻ ആയിരിക്കും. ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്റർമീഡിയറ്റ് എന്താണ്? വിച്ച് ഇസ് ഡൈക്ലോറോ കാർബീൻ ആയിരിക്കും. ഡൈക്ലോറോ കാർബീൻ. ഇനി മിക്കവാറും നിങ്ങളുടെ റിയാക്ഷനിൽ പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ ടു അവോയ്ഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. പക്ഷേ ഇവിടെ എന്തായിരിക്കും മേജർ ആയിട്ട് വരുന്നത്? ഓർത്തോ പ്രൊഡക്റ്റ് ആയിരിക്കും. ബിക്കോസ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് ഇവർ കുറച്ചുകൂടെ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. സോ ഓപ്ഷൻ എന്ത് വരും? ബി. നൗ 33. ദ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ കാർബൈലമൈൻ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് കാർബൈലമൈൻ? നോക്കൂ, പ്രൈമറി അമൈൻ നമ്മുടെ ക്ലോറോഫോം, നമ്മളിപ്പോൾ കണ്ട ക്ലോറോഫോം CHCl3യും KOHും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് RNC. യു വിൽ ഗെറ്റ് ഐസോനൈട്രൈൽസ്. ദിസ് ഇസ് കോൾഡ് വാട്ട്? കാർബൈലമൈൻ. ഐസോനൈട്രൈൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഐസോനൈട്രൈൽ. ഓപ്ഷൻ സി വരും. ദിസ് ഇസ് കോൾഡ് വാട്ട്? കാർബൈലമൈൻ. കാർബൈൽ അമൈൻ. ഇതിന് ഒരു പെർട്ടിക്കുലാരിറ്റി ഉണ്ട്. ഇവർക്കൊരു ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ട് ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് വാട്ട്? ഫൗൾ സ്മെല്ലിംഗ് കോമ്പൗണ്ട്. ആൻഡ് അനദർ തിങ് ഈസ് പ്രൈമറി അലിഫാറ്റിക്കും അരോമാറ്റിക് അമൈൻസും. നോക്കൂ, പ്രൈമറി അലിഫാറ്റിക്കും അരോമാറ്റിക് അമൈൻസും എന്ത് ടെസ്റ്റ് തരും? കാർബൈലമൈൻ ടെസ്റ്റ് തരും. ബട്ട് സെക്കൻഡറിയും ടേഴ്സറിയും എന്ത് തരത്തില്ല? കാർബൈലമൈൻ റിയാക്ഷൻ തരത്തില്ല. ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇവിടെ എന്തായാലും ഓപ്ഷൻ എന്തായിരിക്കും? ഐസോസൈനേറ്റ്. ഓപ്ഷൻ സി ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 34. പ്രിപ്പറേഷൻ ഓഫ് അറൈൽ ഫ്ലൂറൈഡ്സ് ബൈ ഹീറ്റിംഗ്. നോക്കൂ, അറീൻ ഡയസോണിയം ഫ്ലൂറോബോറേറ്റ്. നോക്കൂ, എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ട് കണ്ടിട്ടുണ്ടാവും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇഫ് യു ട്രീറ്റ് ഇറ്റ് വിത്ത് HBF4 ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ HCl ഇവിടെ നിന്ന് പൊക്കോളും. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന N2+BF4-. ദിസ് ഈസ് കോൾഡ് വാട്ട്? അറീൻ ഡയസോണിയം ഫ്ലൂറോ ബോറേറ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഇഫ് യു ഹീറ്റ് ഇറ്റ്, നിങ്ങളിതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ BF4 എന്തായിട്ട് പോവും? BF3 ആയിട്ടും പോവും. ഇവിടെ നിന്ന് N2ഉം എലിമിനേറ്റ് ആവും. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? ഫ്ലൂറിൻ. ഓക്കെ, ഫ്ലൂറോബെൻസീൻ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് വാട്ട്? ബാൾസ്-ഷീമാൻ റിയാക്ഷൻ. ദിസ് ഇസ് കോൾഡ് വാട്ട്? ഇങ്ങനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ബാൾസ്-ഷീമാൻ റിയാക്ഷൻ എന്നാണ് ഈ ഒരു പർട്ടിക്കുലർ കാര്യം. ഇനി എന്താണ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും എന്നുള്ളതും കൂടെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. നിങ്ങൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എടുക്കുക. ആൻഡ് ഇഫ് യു ട്രീറ്റ് ഇറ്റ് വിത്ത് CuCl, Cu2Cl2 ബാർ HCl. ഓക്കെ, ഇവിടെ എടുക്കുന്ന എന്താണ്? കുപ്രസ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? കുപ്രസ് ഹാലൈഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കുപ്രസ് ആൻഡ് കുപ്രിക്? നോക്കൂ, Cu+ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കുപ്രസ് എന്ന് വിളിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് Cu2+, ദാറ്റ് ഈസ് കോൾഡ് കുപ്രിക്. നമ്മൾ പറയത്തില്ലേ ഫെറസും ഫെറിക് ഒക്കെ? Fe2+ ആണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഫെറസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് Fe3+, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഫെറിക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? ഇവിടെ നിന്ന് എന്ത് കിട്ടും? ക്ലോറോബെൻസിൻ കിട്ടും. ഇനി ദിസ് ഇസ് കോൾഡ് വാട്ട്? സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന എന്താണ്? കുപ്രസ് ഹാലൈഡ് ആണ്. ഇനി വാട്ട് ഈസ് ഗട്ടർമാൻ റിയാക്ഷൻ? നോക്കൂ, വാട്ട് ഈസ് ഗട്ടർമാൻ റിയാക്ഷൻ? ഇഫ് യു ആർ ട്രീറ്റിംഗ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് വാട്ട്? കോപ്പർ പൗഡർ. Cu പൗഡർ ആണ്, കോപ്പർ പൗഡർ. ഇത്രയൊക്കെ വ്യത്യാസമുള്ളൂ കേട്ടോ. കോപ്പർ പൗഡർ ആണ്. ഇൻ പ്രസൻസ് ഓഫ് HCl ഒക്കെ എടുക്കുകയാണെങ്കിൽ
you will get what? You will get a chlorobenzene. This is Getterman reaction. And there is something called Getterman-Koch reaction as well. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. ആൻഡ് ഒരു കാര്യം കൂടെയുണ്ട്, ഇവരുടെ രണ്ടും ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ഒക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കാം, ഏതിലാണ് ഈൽഡ് കൂടുതൽ എന്ന് ചോദിക്കാം. സാൻമേയേഴ്സ് റിയാക്ഷനിൽ എന്തായിരിക്കും? ഈൽഡ് കൂടുതലായിരിക്കും. വാട്ട് ഇസ് ഇറ്റ്? സാൻമേയേഴ്സ് റിയാക്ഷൻ ഹാസ് ഗ്രേറ്റർ ഈൽഡ് ദാൻ വാട്ട്? ഗെറ്റർമാൻ റിയാക്ഷൻ. കുറച്ചുകൂടെ നല്ല മെത്തേഡ് ആര് തന്നെയാണ്? സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 35. Which of the following is most easily cleaved by HBr? നോക്കൂ, HBr ആണ് അല്ലേ. HBr ആണെങ്കിൽ ബേസിക്കലി എന്താണ്? ആസിഡ് ആണ്. ആസിഡ് ആണെങ്കിൽ ഓക്സിജൻ്റെ ലോൺ പെയർ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ഇവർ രണ്ടുപേരും എന്താണ്? ദേ ആർ ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് ആണ്. ആൻഡ് ദേ ആർ വാട്ട്? ഹൈഡ്രോകാർബൺസ് ആർ എക്സ്ട്രീംലി സ്റ്റേബിൾ. ഹൈഡ്രോകാർബൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് പറയാം ആൽക്കെയിൻ ആണ് അല്ലേ. ആൽക്കെയിൻ പാരഫിൻ ആണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഒന്നുകിൽ ബി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഡി ആയിരിക്കാം. പക്ഷേ ഇവിടെ ആൻസർ എന്താണ് വരിക? യെസ്, ഇറ്റ് വിൽ ബി ഓക്സിറെയിൻ. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഓക്സിറെയിൻ. ഇവർ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും ബിക്കോസ് ഓഫ് ആങ്കിൾ സ്ട്രെയിൻ. ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? 3 മെമ്പേർഡ് റിംഗ് അല്ലേ. 3 മെമ്പേർഡ് റിങ്ങിന് എന്തുണ്ടാവും? യെസ്, ബിക്കോസ് ഓഫ് ആങ്കിൾ സ്ട്രെയിൻ ഇവരെന്തായിരിക്കും? എക്സ്ട്രീംലി ലെസ് സ്റ്റേബിൾ ആയിരിക്കും. എക്സ്ട്രീംലി റിയാക്റ്റീവ് അല്ലെങ്കിൽ ലെസ് സ്റ്റേബിൾ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഈസിലി ക്ലീവ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും, വിച്ച് ഇസ് യുവർ ഓപ്ഷൻ 35D. Now question number 36. omega-3 fatty acid ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് omega-3 fatty acid? ആദ്യം നിങ്ങൾക്ക് എന്താണ് ഈ omega-3 omega-6 എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ ഒമേഗ എന്ന്? ജനറലി ഫാറ്റി ആസിഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. യു ഹാവ് എ മീഥൈൽ എൻഡ് അറ്റ് വൺ എൻഡ് ആൻഡ് യു വിൽ ഹാവ് സം ഹൈഡ്രോകാർബൺ ചെയിൻ ആൻഡ് അറ്റ് ദ എൻഡ് യു ഹാവ് വാട്ട്? COH. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ എന്തുണ്ടാവും? ഒരു മീഥൈൽ കാർബൺ എൻഡ് ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് എൻഡും ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബേസിക്കലി ഒമേഗ എന്നൊക്കെ പറയുന്നത് നമ്പറിംഗ് സിസ്റ്റമാണ്. വാട്ട് ഇസ് ഇറ്റ്? നമ്പറിംഗ് സിസ്റ്റമാണ്. നിങ്ങൾ കാർബണിനെ നമ്പർ ചെയ്യാൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണെങ്കിൽ, മീഥൈൽ കാർബണിൽ നിന്നാണെങ്കിൽ വി വിൽ കോൾ ദിസ് ആസ് ഒമേഗ സിസ്റ്റം. ആൻഡ് COHൽ നിന്നാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ വി വിൽ കോൾ ദിസ് ആസ് ഡെൽറ്റ സിസ്റ്റം. ഓക്കെ, അപ്പോൾ omega-3 ഫാറ്റി ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ എണ്ണുമ്പോൾ ഇത് 1 2 3 ഇവിടെ എന്തുണ്ടാവും? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? omega-3. 6th പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ പറയും omega-6. ഇനി 9th പൊസിഷനിലാണെങ്കിൽ നമ്മൾ പറയും omega-9. അപ്പോൾ ഒമേഗയും ഡെൽറ്റയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നൗ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നിന്ന് നോക്കിയേ നിങ്ങൾ, ദാ omega-6 ഫാറ്റി ആസിഡും omega-3 ഫാറ്റി ആസിഡിൻ്റെയും സ്ട്രക്ചർ നോക്കിയേ. ദാ ഈ മീഥൈലിൽ നിന്ന് 1 2 3 ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും omega-3 ഫാറ്റി ആസിഡ്. ഇവിടെ നിന്നാണെങ്കിലോ 1 2 3 4 5 6 അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും എന്താണ്? omega-6. ആൻഡ് ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട് omega-3 ഫാറ്റി ആസിഡിനെ നമ്മൾ വിളിക്കും ലിനോലെനിക് ആസിഡ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ലിനോലെനിക് ആസിഡ് ആണ്. പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. എനിക്ക് വളരെ എളുപ്പമാണ്. ഇതാ omega-3 ഫാറ്റി ആസിഡ് ലിനോലെനിക് ആണ്. പിന്നെ omega-6 ആണെങ്കിൽ നോക്കൂ, omega-6 ആണെങ്കിൽ ലിനോലിക് ആസിഡ് ആണ് എന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ഓലിക് ആസിഡ് ആൻഡ് സ്റ്റീറിക് ആസിഡ്? നോക്കൂ, ഇതാണ് നമ്മുടെ ഓലിക് ആസിഡ്. ദിസ് ഈസ് കോൾഡ് വാട്ട്? ഓലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ഒമേഗയുടെ കാര്യത്തിൽ എഴുതിക്കൂടെ? ഓക്കെ, 1 2 3 4 5 6 7 8 and 9. And this is called what? omega-9. omega-9 fatty acid ആണെന്ന് പറയാം. ആൻഡ് ദിസ് ഇസ് കോൾഡ് വാട്ട്? സ്റ്റീറിക് ആസിഡ്. സ്റ്റീറിക് ആസിഡ് വളരെ എളുപ്പമാണ്. എന്താണ്? സാച്ചുറേറ്റഡ് ആണ്. യു ഡോണ്ട് ഹാവ് വാട്ട്? യു ഡോണ്ട് ഹാവ് എ ഡബിൾ ബോണ്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഹൗ മെനി കാർബൺസ് ആർ ദർ? 18 കാർബൺസ് ആർ ദർ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ പ്രൊസീഡ്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ? നോക്കൂ, നമ്മൾ എന്തെടുക്കുന്നു? ബെൻസീൻ എടുക്കുന്നു. ആൻഡ് യു വിൽ ഹാവ് വാട്ട്? CH3Cl, ഒരു ഹാലോ ആൽക്കെയിൻ ഉണ്ടാവും. ആൻഡ് യു വിൽ ഹാവ് വാട്ട്? എൻഹൈഡ്രസ് AlCl3 ഉണ്ടാവും. നോക്കൂ, ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യണം അല്ലേ. ആൻഡ് നോക്കൂ, ഇവിടെ Cl എന്ത് ചെയ്യും?
ഓഫ് കോഴ്സ് AlCl3 എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരു കോർഡിനേറ്റ് ബോണ്ടൊക്കെ ഫോം ചെയ്ത് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്ന് യു വിൽ ഹാവ് വോട്ട് എ കാർബോ കാറ്റയോൺ. ഇൻ്റർമീഡിയറ്റ് എന്തായിരിക്കും? കാർബോ കാറ്റയോൺ ആയിരിക്കും ഫോം ചെയ്യുക. കാർബോ കാറ്റയോൺ ആയിരിക്കും. ആൻഡ് ഈ CH3+ അങ്ങനെയാണെങ്കിൽ CH3+ വന്നിട്ട് എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ആൻഡ് യു വിൽ ഗെറ്റ് വോട്ട് ടോളുവീൻ ആസ് യുവർ പ്രോഡക്റ്റ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? കാർബോ കാറ്റയോൺ ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നൗ 38 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ 5-membered ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, പൈറോൾ. എന്താണ് ഈ പൈറോൾ? നോക്കൂ, ഇതാണ് പൈറോളിൻ്റെ സ്ട്രക്ചർ. ദിസ് ഇസ് പൈറോൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. പൈറോൾ. ആൻഡ് വാട്ട് ഈസ് ഫ്യൂറാൻ? ദിസ് ഇസ് ഫ്യൂറാൻ. 5-membered റിംഗ് ആണ്. അഗെയിൻ ഫ്യൂറാൻ എന്താണ്? 5-membered റിംഗ് ആണ്. ദിസ് ഇസ് കോൾഡ് വോട്ട്? ഫ്യൂറാൻ. ഇവിടെ ഓക്സിജൻ ആണ് ഫ്യൂറാൻ, നൈട്രജൻ ആണെങ്കിൽ പൈറോൾ ആയിരിക്കും. ആൻഡ് വാട്ട് ഇസ് തയോഫീൻ? ദിസ് ഇസ് തയോഫീൻ. ഓക്കെ, സൾഫർ ആണെങ്കിൽ നമ്മൾ വിളിക്കും തയോഫീൻ എന്ന് നമ്മൾ വിളിക്കും. ഇനി 6-membered റിംഗ് ആണെങ്കിലോ? ദാറ്റ് ഈസ് കോൾഡ് വോട്ട്? പിരിഡീൻ. വിൽ കോൾ ദിസ് ആസ് വോട്ട്? പിരിഡീൻ. ഇതിനെയാണ് നമ്മൾ പിരിഡീൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് പിരിഡീൻ ഇസ് ആക്ച്വലി എന്താണ്? 6-membered റിംഗ് ആണ്. നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 39. NBr ഈസ് എ പോളിമർ ഓഫ്. എന്താണ് NBr? നോക്കൂ, NBrനെ നമ്മൾ വിളിക്കുക നൈട്രൈൽ ബ്യൂട്ടാഡൈൻ. ബ്യൂട്ടാഡൈൻ റബ്ബർ എന്ന് നമ്മൾ വിളിക്കും. നൈട്രൈൽ ബ്യൂട്ടാഡൈൻ റബ്ബർ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവരുടെ കോപോളിമർ ആയിരിക്കും ആരുടെയൊക്കെ? ബ്യൂട്ടാഡൈനും ഉണ്ടാവും. ആൻഡ് യു വിൽ ഹാവ് വോട്ട്? അക്രിലോ നൈട്രൈലും ഉണ്ടാവും. വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് അക്രിലോ നൈട്രൈൽ? CH2 ഡബിൾ ബോണ്ട് CHCN. ദിസ് ഇസ് കോൾഡ് വോട്ട്? അക്രിലോ നൈട്രൈൽ എന്ന് നമുക്ക് പറയാം. ഇനി ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ആണെങ്കിലോ? നമ്മൾ പറയും സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റൈറീൻ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ബെൻസീൻ CH ഡബിൾ ബോണ്ട് CH2. ദിസ് ഇസ് കോൾഡ് വോട്ട്? സ്റ്റൈറീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ വാട്ട് ഈസ് ഐസോപ്രീൻ ആൻഡ് ക്ലോറോപ്രീൻ? നോക്കൂ, ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ ഇസ് എ മോണോമർ ഓഫ് വോട്ട്? ഐസോപ്രീൻ ഇസ് എ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബർ. എന്താണ് ഈ ഐസോപ്രീൻ എന്നൊക്കെ ഉള്ളത് സ്ട്രക്ചറൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. നോക്കൂ, ബ്യൂട്ടാഡൈൻ തന്നെ നിങ്ങൾ വരയ്ക്കുക. ദിസ് ഇസ് കോൾഡ് വോട്ട്? ബ്യൂട്ടാഡൈൻ. ഇവിടെ എന്ത് ചെയ്യുക? ഒരു മീത്തൈൽ ഗ്രൂപ്പ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഐസോപ്രീൻ സ്ട്രക്ചറായി. ഇനി ക്ലോറോപ്രീൻ ആണെങ്കിലോ? ക്ലോറോപ്രീൻ ആണെങ്കിൽ ഇറ്റ്സ് എ മോണോമർ ഓഫ് വോട്ട്? നിയോപ്രീൻ്റെ മോണോമർ ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് കോൾഡ് വോട്ട്? ഇവിടെ CL കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ക്ലോറോപ്രീൻ ആയിരിക്കും. ദിസ് എ മോണോമർ ഓഫ് വോട്ട്? മോണോമർ ഓഫ് നിയോപ്രീൻ. Monomer of neoprene. Next one, the empirical formula of the hydrocarbon containing 80% carbon. നോക്കൂ, കാർബണും ഹൈഡ്രജനുമാണ്. കാർബൺ എത്രയാണ്? 80% ആണ്. ഇങ്ങനെ എഴുതാം അല്ലേ നമുക്ക്? കാർബൺ 80% ആണ്. ആൻഡ് യു ഹാവ് വോട്ട്? ഹൈഡ്രജൻ എന്തായിരിക്കും? 20% ആയിരിക്കും. എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 80യെ അറ്റോമിക് മാസുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 80/12 എത്ര കിട്ടും? അറൗണ്ട് ഒരു 6.66 കിട്ടും. ഇനി ഇവിടെ എന്തായിരിക്കും? 20 കിട്ടും. ഇവിടെ ആരാണ് ലോവസ്റ്റ് വാല്യൂ? ലോവസ്റ്റ് വാല്യൂ നോക്കുക. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 6.66 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വോട്ട്? 1 ആൻഡ് യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി വോട്ട്? 3. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എംപെരിക്കൽ ഫോർമുല എന്ത് വരും? CH3 എന്നുള്ള രീതിയിൽ വരും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 41. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഇവരുടെ റേഡിയേഷൻ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിക്ക് IR വേവ്സ് തന്നെയായിരിക്കും. NMR ആണെങ്കിൽ റേഡിയോ വേവ്സ് ആയിരിക്കും. ആൻഡ് ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ ഗാമ റേസ് ആയിരിക്കത്തില്ല. ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ UV റേസ് ആയിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ എടുക്കുന്നത് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ യു വിൽ ഹാവ് വാട്ട്? എക്സ്റേ റേസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും? ഓപ്ഷൻ 1 and 3 ആയിരിക്കും നിങ്ങളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 42. വാട്ട് ഈസ് എ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് വാട്ടർ അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് കർവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. F is equal to C minus P plus 2 എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കണം. ആൻഡ് വാട്ട് ഈസ് F? F is actually എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൻഡ് വാട്ട് ഈസ് C? നമ്പർ ഓഫ് കമ്പോണൻ്റ് ആണ്. വാട്ട് ഈസ് P? നമ്പർ ഓഫ് ഫേസ് ആണ്. നമ്പർ ഓഫ് ഫേസ്. ഇതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഈ മെൽറ്റിംഗ് കർവിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ ആണ്. വാട്ടർ സോളിഡ് സ്റ്റേറ്റ് ആണ്. ഐസ് ഇവിടെ എന്തായിരിക്കും? വാട്ടർ
ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഇവിടെ എന്തുണ്ടാവും? ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് എഫ് കണ്ടുപിടിച്ചേ. എഫ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കമ്പണൻറ്റ് ആര് തന്നെയാണ്? വാട്ടർ തന്നെയാണ് അല്ലേ? വാട്ടർ സോളിഡും ലിക്വിഡുമാണ്. അങ്ങനെയാണെങ്കിൽ കമ്പണൻറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ സി മൈനസ് പി പ്ലസ് 2 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സി എത്രയാണ്? നമ്പർ ഓഫ് കമ്പോണൻസ് വാട്ടർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 1 ആയിരിക്കും. ഇനി ഫേസ് എത്രയായിരിക്കും? ഫേസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റും ഉണ്ട്. നോക്കൂ, ഇവിടെ സോളിഡ് സ്റ്റേറ്റും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? യെസ്, വി ഹാവ് ലിക്വിഡ് സ്റ്റേറ്റ് ആസ് വെൽ. അങ്ങനെയാണെങ്കിൽ പി എന്തായിരിക്കും? 2 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് 2 പ്ലസ് 2 എന്ത് കിട്ടും? ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് കിട്ടും? യെസ്, യു വിൽ ഹാവ് യുവർ ഓപ്ഷൻ 1. ഇനി ഇവിടെ നിന്ന് മിക്കവാറും ചോദിച്ചു വരാറുള്ള ഒരു കാര്യം ട്രിപ്പിൾ പോയിന്റിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് നിങ്ങളോട് ചോദിച്ചു വരാറ്. എന്താണ് ഈ ട്രിപ്പിൾ പോയിന്റ്? നോക്കൂ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് ഇവിടെ എന്തുണ്ടാവും? സോളിഡ് ഉണ്ടാവും, ലിക്വിഡ് ഉണ്ടാവും, അതേപോലെ ആരും ഉണ്ടാവും, ഗ്യാഷസും ടുഗദർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കണ്ടുപിടിച്ചേ. എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. കമ്പോണൻറ്റ് എത്രയാണ്? 1 ആണ്. ഫേസ് എത്രയാണ്? 3 ആണ്. ആൻഡ് ദിസ് ഇസ് വാട്ട്? 2. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ പോയിന്റിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 0. ഇവിടെ എന്തായിരിക്കും? ട്രിപ്പിൾ പോയിന്റിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 0 ആയിരിക്കും. നൗ ക്വസ്റ്റ്യൻ നമ്പർ 43 ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോർ എ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ എക്സ്റേ ഡിഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. θ1 θ2 കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 110 111 പ്ലെയിൻ റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് സൈൻ θ1 സൈൻ θ2. ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബ്രാഗ്സ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. എന്താണ് ബ്രാഗ്സ് ഇക്വേഷൻ? യെസ്, എൻ ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സൈൻ θ1 എന്ന് എഴുതാം, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് സൈൻ θ1ഉം θ2 ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് വാട്ട്? എൻ ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ θ2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ 1/2 നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? നോക്കൂ, ഈ 2ഉം 2 ഒക്കെ കട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ദിസ് ഇസ് d1, ഇതെന്ത് എഴുതാം? d2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ d1 സൈൻ θ1 ഇസ് ഈക്വൽ ടു എന്തെഴുതാം? d2 സൈൻ θ2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ സൈൻ θ1 ബൈ സൈൻ θ2 ഇസ് ഈക്വൽ ടു d2 ബൈ d1 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് നോക്കൂ, എന്താ എഴുതിയത്? സൈൻ θ1 ബൈ സൈൻ θ2 ഇസ് ഈക്വൽ ടു, ഞാൻ എന്താണ് എഴുതിയത്? d2 ബൈ d1. ആൻഡ് d എങ്ങനെ എഴുതാം? എ ബൈ റൂട്ട്, ഇവിടെ എഴുതി തരാം. d ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് h സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ് എച്ച് കെ എൽ? പ്ലെയിൻ ആണ് അല്ലേ? 110 ആണ് d1ൻ്റെ എച്ച് കെ എൽ. ഇനി d2 ആണെങ്കിൽ എവിടെയായിരുന്നു? നോക്കിയേ, 111 ആണ് അല്ലേ? എച്ച് കെ എല്ലിൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതുന്നത് കേട്ടോ. എച്ച് കെ എല്ലിൻ്റെ വാല്യൂ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ എ ഇവരുടെ എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്താവും? ഈ എ എന്താവും? കട്ടാവും. ഇനി നോക്കിയേ, ഇതാ ഈ d2യുടെ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നോക്കിയേ, എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ വരിക, വിച്ച് ഇസ് റൂട്ട് 3. ഇവിടെയാണെങ്കിലോ ഇവിടെ എന്തായിരിക്കും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 വിച്ച് ഇസ് വോട്ട്? റൂട്ട് 2 എന്ന് വരും. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ ഇതാണ് അല്ലേ? d1 എത്രയാണ്? d1 ഇസ് ഈക്വൽ ടു റൂട്ട് 2 ആണ്. അപ്പോൾ ഇത് മുകളിലോട്ട് വരും, റൂട്ട് 2 ബൈ റൂട്ട് 3 എന്നെനിക്ക് ഓപ്ഷൻ വരും. ആൻഡ് വിച്ച് ഇസ് ആക്ച്വലി ഓപ്ഷൻ സി വരും. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് പേടിപ്പെടുത്തുന്ന പോലെ തോന്നാം, ബട്ട് സിമ്പിൾ ആണ്. നൗ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സിൽ നിന്ന് ദ ലോ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി ഇന്റർ കൺവേർട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എൻ ഐസോതെർമൽ എക്സ്പാൻഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോതെർമൽ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഈസ് ആക്ച്വലി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എന്തായിരിക്കും? 0. നോക്കൂ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് യു നോ വാട്ട് ഇസ് ദിസ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. ആൻഡ് ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇന്റേണൽ എനർജി എന്താവും? ഇൻക്രീസ് ചെയ്യും.
ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ ടെമ്പറേച്ചറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഡെൽറ്റ യു 0 ആണെങ്കിൽ നോക്കൂ, 0 ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? -q എന്ന് എഴുതാൻ പറ്റും. ഇനി ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ അറിയായിരിക്കാം, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി വി എന്ത് എഴുതാം? NR ഡെൽറ്റ ടി. എന്തെഴുതാം? NR ടി എന്ന് എഴുതിക്കൂടെ? പി വി ഇസ് ഈക്വൽ ടു NR ടി ആണല്ലോ അല്ലേ? ഇവിടെ എന്നും ആറും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് NR ഡെൽറ്റ ടി എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് യു നോ ദാറ്റ് ഡെൽറ്റ ടി എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേം 0 ആയിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഡെൽറ്റ യുവും എന്താണ്? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്തുമായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിലേഷനും കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൾ ഓഫ് ദി എബോവ് എന്തായിരിക്കും? ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും നമ്മുടെ ആൻസർ. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.